ഈ കാണുന്ന റോഡ് നമ്മുടെ ബസ് റൂട്ടാണ് കേട്ടോ. പഴയന്നൂർ ഒറ്റപ്പാലം ബസ് റൂട്ടാണ്. അപ്പോൾ ഈ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു 250-300 മീറ്റർ ഉള്ളിലോട്ടായിട്ട് 15 സെൻറ്റ് സ്ഥലവും 900 സ്ക്വയർ ഫീറ്റ് വീടും ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, ബഷീറാണ് തവക്കിൽ പ്രോപ്പർട്ടീസ് എന്ന റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൽ നിന്ന്. തൃശ്ശൂർ ജില്ല പഴയന്നൂർ ടൗണിൽ നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്റർ കഷ്ടി ദൂരത്ത് 15 സെൻറ്റ് സ്ഥലം. പഴയന്നൂർ ഗ്രാമപഞ്ചായത്താണ്. ആദ്യം കാണിച്ച റോഡ് നമ്മുടെ പഴയന്നൂർ ടു ഒറ്റപ്പാലം പോകുന്ന മെയിൻ റോഡാണ്. ആ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 500 മീറ്റർ ഉള്ളിലോട്ടായിട്ടാണ് ഈ പ്രോപ്പർട്ടി. വീടിന് ഏകദേശം ഒരു 1.5 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. താമസിച്ചിട്ടില്ല. അപ്പോൾ അതുപോലെ ഇതിൽ കുടിവെള്ളത്തിൻ്റെ സോഴ്സിനായിട്ട് പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ കണക്ഷനാണ് ഉള്ളത്. ഇതിനകത്ത് ബോർവെല്ലില്ല. വേണമെങ്കിൽ നമുക്ക് ബോർവെല്ലോ കിണറോ ഒക്കെ കുത്തുവാണെങ്കിൽ ഇഷ്ടം പോലെ വെള്ളം കിട്ടുന്ന ഒരു ഭാഗമാണ്. ബസ് റൂട്ടിൽ നിന്ന് വെറും 250 മീറ്റർ മാത്രം. പുതിയ വീടാണ്. വീടിൻ്റെ പണികളെന്ന് പറയാനായിട്ട് ഇനിയിപ്പോൾ ഇതിൽ ഈ ചുമര അലമാര ഉണ്ടാവുമല്ലോ, അതിൻ്റെ 2 ഭാഗത്ത്, അതായത് ഈ നമ്മൾ അലൂമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ടൊക്കെ ഈ ചുമരിൽ അലമാര ഫിറ്റ് ചെയ്യണം, അതിൻ്റെ 2 കളം വിട്ടിട്ടുണ്ട്. അത് പണിയാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ഈ വീട്ടിലില്ല. അത് നമുക്ക് വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഒരു ഹാള്, 2 ബെഡ്റൂം, അടുക്കള, അതുപോലെ വർക്ക് ഏരിയ എന്നീ സൗകര്യങ്ങളാണ് ഈ വീടിനുള്ളത്. അതുപോലെ വീടിൻ്റെ സ്റ്റെയർ, അത് ഞാൻ പറയാൻ മറന്നുപോയി. വീടിൻ്റെ സ്റ്റെയറിൽ അതിൻ്റെ സ്റ്റെയറിലേക്ക് കയറി പോകുന്ന ഭാഗത്തുള്ള പിടിയും അത് വെച്ചിട്ടില്ല കേട്ടോ. ബാക്കിയുള്ള പണികളൊക്കെ കംപ്ലീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്നത് 27.5 ലക്ഷം രൂപയാണ്. ഇതാണോ ഇതിൽ നമുക്കൊരു അലമാര സെറ്റ് ചെയ്യണം, അതുപോലെ 2 ബെഡ്റൂമിൽ ഒരു സ്റ്റെയറിൽ ഒരു പടിയും, എന്നല്ലാതെ വേറെ ഒരു പണിയും ഈ വീടിനില്ല. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് പറഞ്ഞത് 27.5 ലക്ഷം രൂപയാണ്. വില കുറയുമെന്ന് ചോദിച്ചാൽ കുറയില്ല. ഫൈനൽ റേറ്റ് ആണ് അവർ പറയുന്നത്, നെഗോഷ്യബിൾ അല്ല. ഇത് ലാസ്റ്റ് വിലയാണെന്നാണ് അവർ പറഞ്ഞത്. 30 പറയും, നമുക്കൊരു 27 രൂപ കിട്ടണം കയ്യിൽ നിന്നാണ് പറഞ്ഞത്. അവർ പറയുന്ന വില മാത്രമേ വീഡിയോയിൽ പറയുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഡൈനിങ്ങിന് വാഷ് ബേസ് വെക്കാനുള്ളൊരു സൗകര്യം ഇവിടെ കൊടുത്തിരിക്കുന്നു. അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. 15 സെൻറ്റ് സ്ഥലമുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു സൗകര്യം. 15 സെൻറ്റിൽ നമുക്ക് അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു ടൗണാണ് പഴയന്നൂർ. അപ്പോൾ ടൗണിൽ നിന്ന് ഏകദേശം ജസ്റ്റ് ഒരു 2 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരം. അതുപോലെ ഒന്നുകൂടെ പറയുന്നു, ബസ് റൂട്ടിൽ നിന്നാകുമ്പോൾ 250 മീറ്റർ ദൂരം നമുക്ക് ആരാധനാലയങ്ങളും അതുപോലെ പള്ളി, മദ്രസ, സ്കൂള് സൗകര്യങ്ങളൊക്കെ ഈ 2 കിലോമീറ്ററിൽ താഴെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഇനിയിപ്പോൾ ഒറ്റപ്പാലത്തേക്കൊക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 15 കിലോമീറ്ററിൽ താഴെ ആയിരിക്കും ദൂരം. 12-13 കിലോമീറ്റർ ദൂരം മാത്രമേ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്കൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടോ ഇവിടെയാണ് നമുക്ക് 15 സെൻറ്റിൽ പുറകു വശത്ത് ഇഷ്ടംപോലെ സ്ഥലമാണ്. നമുക്ക് എന്ത് കാര്യങ്ങൾക്കും, ഇനിയിപ്പോൾ ഒരു വർക്ക് ഏരിയ എടുക്കാനോ, അതല്ലെങ്കിൽ എന്തെങ്കിലും അടുക്കള കൃഷിക്കോ, ഇനിയിപ്പോൾ തെങ്ങോ മാവോ പ്ലാവോ അങ്ങനെയുള്ള എന്ത് വയ്ക്കുന്നതിനും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. കോമൺ ആയിട്ടൊരു ബാത്റൂം വീടിൻ്റെ പുറകിൽ, ഒരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ഉള്ളത്. ഇപ്പോൾ വീടിൻ്റെ പുറകിൽ തന്നെ ആയിട്ട് കോമൺ ആയിട്ടൊരു ബാത്റൂം സൗകര്യം കൊടുത്തിരിക്കണം. അതുകൊണ്ട് ആ ഒരു തേക്കിൻ്റെ ആ ഇല നിൽക്കുന്ന ആ ഒരു ഭാഗമാണ്, തേക്കിൻ്റെ ആ മരം നിൽക്കുന്ന ഭാഗമാണ് നമുക്കിതിൽ അതിർത്തിയായിട്ട് വരുന്നത്. മുഴുവനും പറമ്പ് കാറ്റഗറിയിൽപ്പെട്ടാണ്. 15 സെൻറ്റ് സ്ഥലവും പറമ്പ് കാറ്റഗറിയിൽപ്പെട്ടാണ്. ഇതിലൊരു 3-4 തെങ്ങുണ്ട്. അതൊക്കെ നോട്ടക്കുറവാണ്. ഇവർ വീട് പണിതതിന് ശേഷം ഇവർ ബാംഗ്ലൂർ എവിടെയോ മറ്റോ പോയി അവിടെ സെറ്റിലായി. അതുകൊണ്ടാണ് ഈ വീട്ടിൽ താമസിക്കാൻ വരാതിരുന്നത്. ഒരു 1.5 വർഷത്തെ പണി പൂർത്തിയാക്കിയിട്ട് ഒരു 1.5 വർഷത്തെ പഴക്കം മാത്രമേ ഉള്ളൂ. നമുക്കിതിൽ വല്ല സ്റ്റെയറിലൊരു പടി വയ്ക്കണം, അതുപോലെ ഒരു വാഷ് ബേസിൻ്റെ ഒരു സൗകര്യം, അതുപോലെ ആ 2 അലമാര പെട്ടിയും, എന്നല്ലാതെ വേറെ പണികളൊന്നുമില്ല. 900 സ്ക്വയർ ഫീറ്റ് വീട്. ഇനിയിപ്പോൾ വീടിൻ്റെ മുകളിൽ വേണമെങ്കിൽ 1-2 മുറി എടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ വാങ്ങുന്നവർക്ക് അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ മുകളിലൊരു 2 റൂം എടുക്കണം എന്നുള്ളവർക്ക് അതിനും പറ്റും. നിറയെ വീടുകളുള്ളൊരു ഭാഗത്താണ്, ഒറ്റപ്പെട്ട ഏരിയയിലല്ല. എല്ലാ വണ്ടികൾക്കും വന്ന് ചേരാനുള്ള വഴി സൗകര്യമുണ്ട്. പഞ്ചായത്ത് കോൺക്രീറ്റ് റോഡിൻ്റെ സൈഡിൽ തന്നെയായിട്ടാണ് ഈ വീടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം വിളിക്കുക. ഈ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൃശ്ശൂർ ജില്ല പഴയന്നൂർ പഞ്ചായത്തിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. പഴയന്നൂർ പഞ്ചായത്തിൽ കേട്ടോ. അപ്പോൾ എന്തായാലും വിളിക്കുക. ടൗണിൻ്റെ എല്ലാവിധ സൗകര്യങ്ങളിലേക്കും ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരമുള്ളത്. ഇതിപ്പോൾ ഇങ്ങനെ ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് കാട് പിടിച്ച് കിടക്കുന്നത് കൊണ്ടാണ്. നല്ല സ്ക്വയറായിട്ട് കിടക്കണ ഈ 15 സെൻറ്റ് സ്ഥലവും നല്ല സ്ക്വയറായിട്ട് കിടക്കണ പറമ്പ് തന്നെയാണ്. ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം.
വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ വ്യക്തമായതിനു ശേഷം വിളിക്കുക. ഇനി വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഈ നമ്പറിൽ തന്നെ, ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത് വന്ന് കാണാനോ ഉള്ള സൗകര്യം നിങ്ങൾ വാട്സപ്പ് വഴിക്ക് ചോദിച്ചാലും ഞാൻ വാട്സപ്പിൽ കൂടെ തന്നെ അതിൻ്റെ മറുപടി തരാം. ചില സമയത്ത് റേഞ്ച് ഇല്ലാത്ത ഭാഗങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾ വിളിക്കുമ്പോൾ കിട്ടണമെന്നില്ല. അതുകൊണ്ട് വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടാലും മതി. നമുക്ക് എല്ലാത്തിനും അത്യാവശ്യം പുറകിൽ മുന്നിലും സൈഡിലൊക്കെ ഇഷ്ടംപോലെ സ്ഥലം ഉള്ളതുകൊണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. 15 സെൻറ്റ് സ്ഥലത്തിനും വീടിനും കൂടെ പറഞ്ഞത് 27.5. അതൊരു കൂടുതലല്ല, പുതിയ വീടാണ്, ഒരുപാട് പഴക്കമുള്ള വീടല്ല, പുതിയ വീടാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായും കണ്ട് കാര്യങ്ങൾ ഏകദേശം ഒരു ധാരണ മനസ്സിലായതിന് ശേഷം വിളിക്കുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരാം.